ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കഴിഞ്ഞ 4 രാപ്പകലുകളിലായി കോഴിക്കോട്ട് നടന്നുവന്ന ജില്ലാ കലോത്സവം കൊടിയിറങ്ങി. വഖഫുകൾക്കെതിരെ നടക്കുന്ന കുപ്രചരണങ്ങൾക്ക് തടയിടാൻ നാഷണൽ ലീഗിന്റെ വഖഫ് സമ്മിറ്റ് മുതലക്കുളത്ത്. സാമ്പത്തിക നീതിക്കൊപ്പം സാമൂഹിക നീതിയും ഉണ്ടാകണമെന്ന് ചിന്തിച്ച പൊതുപ്രവർത്തകനായിരുന്നു മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബെന്ന് കോൺഗ്രസ് നേതാവ് VM സുധീരൻ. സംസ്ഥാനത്തെ മികച്ച ഡോക്ടർക്കുള്ള അവാർഡ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ നെഫ്രോളജി വിഭാഗം തലവൻ ഡോക്ടർ EK ജയകുമാറിന്. നിക്ഷേപകരുടെ ആശങ്കകൾ അകറ്റാൻ പദ്ധതികൾ ആവിഷ്കരിച്ച് PACL ഫീൽഡ് അസോസിയേറ്റ്സ് യൂണിയൻ ജില്ലാ സമ്മേളനം കോഴിക്കോട്ട്. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. നാഷണൽ ലീഗ് വഖഫ് സമ്മിറ്റ് മുതലക്കുളം മൈതാനിയിൽ നടന്നു. സംസ്ഥാന സെക്രട്ടറി ഉമർ ഫൈസി മുക്കം ഉദ്ഘാടനം ചെയ്തു. മുനമ്പം വിഷയത്തെ മറയാക്കി മൊത്തം വഖഫുകൾക്കെതിരെ നടക്കുന്ന കുപ്രചരണങ്ങൾ തടയാനായാണ് സമ്മിറ്റ് നടത്തിയത്. കേന്ദ്ര സർക്കാരിന്റെ പുതിയ വഖഫ് നിയമ ഭേദഗതി ബില്ലിന്റെയും മുനമ്പം വിവാദത്തിന്റെയും പശ്ചാത്തലത്തിൽ നാഷണൽ ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വഖഫ് സമ്മിറ്റ് കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ നടന്നു. അതൊരു അന്യായമായ രൂപത്തിലാണ് ആ വഖഫ് ആക്ട് ഭേദഗതി വരുന്നത്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓറൽ വഖഫ് ഉള്ള സ്ഥലങ്ങൾ വഖഫ് ബൈ യൂസ് എന്ന് വഖഫ് ആക്ട് നേരത്തെ കാണാം. കുറേ കാലം വഖഫായി ഉപയോഗിച്ചു കൊണ്ടുള്ള വഖഫുകൾ ഡോക്യുമെന്റ് ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. 400, 500, 1000 വർഷമുള്ള പഴക്കമുള്ള വഖഫുകൾ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് അന്നത്തെ ആളുകൾ വഖഫായി ചെയ്തു, അത് വഖഫായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വഖഫ് ബൈ യൂസ് എന്ന ഖണ്ഡിക ഇപ്പോഴത്തെ വഖഫ് ആക്ടിൽ നിന്ന് എടുത്തു കളഞ്ഞു. അങ്ങനെ വഖഫ് പാടില്ല. ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ വഖഫാവുള്ളൂ. ഡോക്യുമെന്റ് ഉള്ളത് തന്നെ നമ്മൾ വഖഫായിട്ട് അംഗീകരിക്കുന്നില്ല, അത് വേറെ പ്രശ്നമാണ്. ഡോക്യുമെന്റ് ഉണ്ടാവണമെന്ന് നിർബന്ധിക്കുന്നത് ഒരുപാട് വഖഫുകൾ നഷ്ടപ്പെടാൻ ഇടയാക്കുന്നു എന്നുള്ളതാണ് സത്യം. ഒരുപാട് പള്ളികളിൽ പ്രശ്നങ്ങൾ വരും. നാട്ടിലെ ക്രമസമാധാന നില തകരാറിലാക്കുന്ന രൂപത്തിൽ, കുഴപ്പങ്ങളുണ്ടാകുന്ന രൂപത്തിലുള്ള വളരെ ആസൂത്രിതമായ ഒരു നീക്കമാണ് ഈ വഖഫ് ആക്ടിലൂടെ വരുന്നത്. സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കം ഉദ്ഘാടനം ചെയ്തു. PT റഹീം MLA, പ്രൊഫസർ AK അബ്ദുൽ ഹമീദ്, അലിയാർ ഖസിമി, O അബ്ദുറഹിമാൻ, ഹുസൈൻ മടവൂർ, ഡോക്ടർ IP അബ്ദുൽ സലാം, മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി, മുസ്തഫ മുണ്ടുപാറ, മുസ്തഫ എറക്കൽ, പ്രൊഫസർ AP അബ്ദുൽ വഹാബ്, KP ഇസ്മായിൽ, നാസർ കോയത്തങ്ങൾ, സയ്യിദ് സാലിഹ് ശിഹാബ് തങ്ങൾ, ഷബീൽ ഐദ്രൂസി തങ്ങൾ, ബഷീർ ബഡേരി, നാഷണൽ ലീഗ് സംസ്ഥാന കമ്മിറ്റി ഓർഗനൈസിംഗ് സെക്രട്ടറി NK അബ്ദുൽ അസീസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സാമ്പത്തിക നീതിക്കൊപ്പം സാമൂഹിക നീതിയും ഉണ്ടാകണമെന്ന് ചിന്തിച്ച പൊതുപ്രവർത്തകനായിരുന്നു മുഹമ്മദ് അബ്ദുറഹിമാൻ എന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ. മുഹമ്മദ് അബ്ദുറഹിമാൻ അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച മുഹമ്മദ് അബ്ദുറഹ്മാൻ അനുസ്മരണവും അൽ അമീൻ പത്രത്തിന്റെ 100ാം വാർഷികവും മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ ഉദ്ഘാടനം ചെയ്തു. സാമ്പത്തിക നീതിക്കൊപ്പം സാമൂഹിക നീതിയും ഉണ്ടാകണമെന്ന് ചിന്തിച്ച പൊതുപ്രവർത്തകനായിരുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ എന്ന് സുധീരൻ പറഞ്ഞു. രാഷ്ട്രീയ ധാർമ്മികതയാണ് ഒരു കാലത്ത് ഭാരതത്തിന്റെ വലിയ ശക്തിയായി ഉണ്ടായിരുന്നത്. ഇന്ന് അത് ഇല്ലാതാകുകയാണ്. ധീരദേശാഭിമാനി മുഹമ്മദ് അബ്ദുറഹ്മാനെ പോലുള്ളവരോട് നീതി പുലർത്താൻ രാഷ്ട്രീയ ധാർമ്മികതയും ജനാധിപത്യ മൂല്യങ്ങളും നമ്മൾ ഉയർത്തിപ്പിടിക്കണമെന്ന് സുധീരൻ പറഞ്ഞു. ഇവിടെ നമ്മൾ ആഘോഷിക്കുന്നത് പോലെ അൽ അമീൻ എന്ന് പറയുന്ന സ്വാതന്ത്ര്യത്തിന്റെ ജിഹ്വ, സമത്വത്തിന്റെ ജിഹ,
ജനനീതിയുടെ ജിഹ്വ, ആ പത്രത്തിന്റെ ആരംഭം, അതിനെ ഏറ്റവും വലിയ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഘടകമാക്കി മാറ്റുക, സാധാരണക്കാരുടെ മൗലികമായ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി വിനിയോഗിക്കുക. ഇങ്ങനെ അൽ-അമീൻ ഒരു രാജ്യത്ത് ഏതൊരു തരത്തിലും ഭരണാധികാരികൾക്ക് പേടി സ്വപ്നമായ ജനശബ്ദമായി മാറുന്ന സാഹചര്യം സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. DCC പ്രസിഡന്റ് കെ പ്രവീൺ കുമാർ ആധ്യക്ഷം വഹിച്ചു. MP അബ്ദുൾ സമദ് സമദാനി MP, സാഹിത്യകാരൻ UK കുമാരൻ, K ജയന്ത്, KC അബു, PM അബ്ദുറഹ്മാൻ, M രാജൻ, വിദ്യാ ബാലകൃഷ്ണൻ, UV ദിനേശ് മണി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കാലിക്കറ്റ് ബാർ അസോസിയേഷനിലെ സോളാർ പവർ സിസ്റ്റം പ്രവർത്തനം ആരംഭിച്ചു. ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് മുരളീകൃഷ്ണ S സ്വിച്ച് ഓൺ നിർവഹിച്ചു. വേദിയിൽ ജസ്റ്റിസ് മുരളീകൃഷ്ണയെ കാലിക്കറ്റ് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് MG അശോകൻ ആദരിച്ചു. കേരളത്തിലെ ബാർ അസോസിയേഷനുകളിൽ സമ്പൂർണ്ണമായി സോളാർ എനർജിയിൽ പ്രവർത്തിക്കുന്ന ആദ്യ ബാർ അസോസിയേഷനായി കോഴിക്കോട് ബാർ അസോസിയേഷൻ മാറി. സോളാർ പവർ സിസ്റ്റത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് മുരളീകൃഷ്ണ നിർവഹിച്ചു. കോഴിക്കോട് ജില്ലാ ജഡ്ജിയായി സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കെ ഹൈക്കോടതി ജഡ്ജിയായി നിയമിതരായ അദ്ദേഹത്തെ കോഴിക്കോട് ബാർ അസോസിയേഷൻ ആദരിച്ചു. കാലിക്കറ്റ് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് MG അശോകൻ അദ്ദേഹത്തിന് ഉപഹാരം സമർപ്പിച്ചു. ഭൂമിയെ സ്മരിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. സോളാർ പ്രൊജക്റ്റ് ആണെങ്കിലും ഗാർഡൻ എന്ന് പറയുകയാണെങ്കിലും രണ്ടും ഭൂമിക്ക് കോട്ടം തട്ടാതെ ഭൂമിയെ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു ഫംഗ്ഷനാണ് നമ്മൾ ചെയ്യുന്നുള്ളത്. നമുക്കറിയാം, നമ്മളുടെ ലോകത്തിൻ്റെ എയർ പൊല്യൂഷൻ റേറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എത്രയാണ് ഇപ്പോൾ എയർ പൊല്യൂഷൻ നടക്കുന്നുള്ളത് എന്നുള്ളത് നമുക്കറിയാം. നമ്മളിപ്പോൾ ഡൽഹിൻ്റെ എപ്പോഴും നമ്മൾ ന്യൂസിലൊക്കെ വായിക്കാറുണ്ട്. ഡൽഹി ആണെങ്കിലും ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചെടുത്ത് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും എയർ പൊല്യൂഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് ഏറ്റവും മോശമുള്ളത് ഡൽഹിയും പാറ്റ്നയുമാണ്. അതിനൊരു പ്രധാന കാരണം അവിടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു മാനേജ്മെന്റ് ഇല്ലാത്തതാണ്. നമ്മൾ ആ ഇൻഡെക്സ് എടുത്ത് നോക്കിയാൽ തന്നെ ഏറ്റവും നമുക്ക് കുറവുള്ള എയർ പൊല്യൂഷൻ കുറവുള്ള സംസ്ഥാനമായി നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ കേരളമാണ്. ഇതിന് രണ്ടും കാലിക്കറ്റ് ബാർ അസോസിയേഷൻ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഒരു മാതൃകയാണ്. അത് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഇത് നിങ്ങൾ മാക്സിമം പ്രചാരണം ഈ സോളാർ സിസ്റ്റത്തിനും അതുപോലെ തന്നെ കോട്ടിയാട് ഗാർഡനും നൽകണം. കാരണം അത് കോഴിക്കോട് അഡീഷണൽ ഡിസ്ട്രിക്ട് ജഡ്ജ് കൃഷ്ണകുമാർ NR, MACT അഡീഷണൽ ഡിസ്ട്രിക്ട് ജഡ്ജ് രാജേഷ് K, ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് രഞ്ജിത്ത് E, അഡ്വക്കേറ്റ് KP ഗംഗാധരൻ, അഡ്വക്കേറ്റ് സഹീർ സിംഗ് തുടങ്ങിയവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് ഷഫ്ന SP, അഡ്വക്കേറ്റ് രാജേഷ് കുമാർ P തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. PSCL ഫീൽഡ് അസോസിയേറ്റ്സ് യൂണിയൻ ജില്ലാ സമ്മേളനം സരോജ് ഭവനിൽ നടന്നു. PSCL FAU സംസ്ഥാന രക്ഷാധികാരി K അശോകൻ ഉദ്ഘാടനം ചെയ്തു. PSCL ഫീൽഡ് അസോസിയേറ്റ്സ് യൂണിയൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിലെ നിരവധി അംഗങ്ങൾ പങ്കെടുത്ത പ്രകടനം SK പൊറ്റക്കാട് പ്രതിമയ്ക്ക് മുന്നിൽ നിന്നും ആരംഭിച്ചു. 2016 ഫെബ്രുവരിയിൽ സുപ്രീം കോടതിയുടെ വിധി സെബി നടപ്പാക്കാത്തത് മൂലം നിക്ഷേപകരും ഫീൽഡ് വർക്കർമാരും ദുരിതങ്ങളും പ്രശ്നങ്ങളും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. 6 കോടിയോളം വരുന്ന ജനങ്ങൾക്കെതിരായി വർഷങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്ന നീതി നിഷേധം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പോരാട്ടം സംഘടന തുടരുകയാണ്. നിക്ഷേപകരുടെ പണം എത്രയും വേഗം തിരിച്ചു കിട്ടുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ഭാവിയിൽ നടത്തുന്നതിനുള്ള കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കാനായാണ് ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചത്. കോർഡിനേഷൻ കമ്മിറ്റി സംസ്ഥാന അധ്യക്ഷൻ K അശോകൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഒരു മുൻഗണനാക്രമവുമില്ല. എത്ര ആൾക്കാർ നിക്ഷേപിക്കുമെന്ന് നിക്ഷേപകരുടെ ലിസ്റ്റുണ്ടോ? റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പാസ്സാക്കിയിട്ടുള്ള ഈ രാജ്യത്ത് നമ്മുടെ കസ്റ്റമർ സർവീസ് സെന്റർ മുഖാന്തരമുള്ള നിക്ഷേപകർ എത്ര, അവർക്ക് കൊടുത്ത പണം എത്ര,
അവർ എത്ര വരെ നിക്ഷേപം നടത്തിയിട്ടുള്ളൂ എന്നുള്ള കാര്യം പ്രസിദ്ധീകരിക്കാൻ വല്ല ചിലവും ആവശ്യമുണ്ടോ? കോർഡിനേഷൻ കമ്മിറ്റി സെക്രട്ടറി ജോയ് കൈതാരത്ത്, PACL FAU സംസ്ഥാന സെക്രട്ടറി R രാധാകൃഷ്ണൻ, INTUC ദേശീയ ജനറൽ സെക്രട്ടറി MP പത്മനാഭൻ തുടങ്ങിയവർ സംസാരിച്ചു. സംഘാടക കമ്മിറ്റി ചെയർമാൻ ഷിബു കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ KD ഗോവിന്ദൻ, TP പുരുഷോത്തമൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. സരോജ് ഭവനിലാണ് ജില്ലാ സമ്മേളനം ചേർന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കഴിഞ്ഞ 4 ദിവസങ്ങളിലായി കോഴിക്കോട്ടെ 20 വേദികളിലായി നടന്നുവന്ന ജില്ലാ കലോത്സവം കൊടിയിറങ്ങി. 12,000-ഓളം വിദ്യാർത്ഥികളാണ് തങ്ങളുടെ സർഗാത്മകമായ കഴിവുകളിൽ മാറ്റുരച്ചത്. ജില്ലയുടെ കലാകൗമാരത്തിന്റെ ഉത്സവത്തിന് കൊടിയിറങ്ങുകയാണ്. 4 രാപ്പകലുകളിലായി 10,039 വിദ്യാർത്ഥികൾ പങ്കെടുത്ത ജില്ലാ സ്കൂൾ കലോത്സവം അവസാന ലാപ്പിലേക്ക് ഓടിയെത്തുകയാണ്. 664 പോയിന്റുമായി കോഴിക്കോട് സിറ്റി ഉപജില്ലയുടെ മുന്നേറ്റം അതിവേഗം ബഹുദൂരം പിന്നിടുകയാണ്. 638 പോയിന്റുമായി ചേവായൂർ ഉപജില്ല രണ്ടാമതുണ്ട്. 625 പോയിന്റുമായി കൊടുവള്ളി ഉപജില്ലയും 594 പോയിന്റുമായി പേരാമ്പ്ര ഉപജില്ലയും 570 പോയിന്റുമായി മുക്കം ഉപജില്ലയുമുണ്ട്. സ്കൂളുകളിൽ 221 പോയിന്റുമായി മേമുണ്ട HSS മുന്നിലാണ്. സിൽവർ ഹിൽസ് HSS 212 പോയിന്റുമായി തൊട്ടു പിന്നിലുണ്ട്. കോക്കല്ലൂർ HSS 176 പോയിന്റുമായി 3-ാം സ്ഥാനത്തും 172 പോയിന്റുമായി പേരാമ്പ്ര HSS 4-ാം സ്ഥാനത്തും 165 പോയിന്റുമായി തിരുവങ്ങൂർ HSS 5-ാം സ്ഥാനത്തുമുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായി മാനാഞ്ചിറ വേദിയിൽ സാംസ്കാരിക സദസ്സും കലാവിരുന്നും. PK പാറക്കടവ് മുഖ്യ പ്രഭാഷണം നടത്തി. തിരുവാതിരയും മാജിക്കും അരങ്ങേറി. കോഴിക്കോട് റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ ഭാഗമായി മാനാഞ്ചിറ ഓപ്പൺ സ്റ്റേജിൽ സാംസ്കാരിക സദസ്സ് സംഘടിപ്പിച്ചു. സാഹിത്യകാരൻ KP രാമനുണ്ണി ഉദ്ഘാടനം ചെയ്തു. സാഹിത്യകാരൻ PK പാറക്കടവ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. കലോത്സവത്തിന്റെ ഭാഗമായി 2 ദിവസമാണ് സാംസ്കാരിക സദസ്സ് സംഘടിപ്പിച്ചത്. റവന്യൂ ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ മനോജ് മണിയൂർ അധ്യക്ഷനായിരുന്നു. RDD M സന്തോഷ് കുമാർ, വിദ്യാകിരണം കോർഡിനേറ്റർ VV വിനോദ്, സാംസ്കാരിക സമിതി കൺവീനർ ബിജു കാവിൽ, MG ബൽരാജ്, VM അഷറഫ്, രഞ്ജീഷ് ആവള എന്നിവർ സംസാരിച്ചു. ശ്രീജിത്ത് വിയൂർ മാന്ത്രിക സല്ലാപമൊരുക്കി. മജീഷ് കാരയാട്, സുമേഷ് താമരശ്ശേരി എന്നിവർ സംഗീത വിരുന്നൊരുക്കി. നിശാഗന്ധി ഗോവിന്ദപുരം, T മരുദൂർ എന്നിവർ തിരുവാതിര അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ കലോത്സവത്തിന്റെ ഭക്ഷണ പന്തലിൽ ഭക്ഷണം മാത്രമല്ല, ഭക്ഷണ കമ്മിറ്റിക്കും കഴിക്കാനെത്തുന്നവർക്കും ആവേശം പകർന്ന് പാട്ടുകളുമുണ്ട്. MLA തോട്ടത്തിലെ രവീന്ദ്രൻ പാട്ടുപാടിയതോടെ ഉച്ചയൂൺ സമയം കൂടുതൽ മധുരതരമായി. സന്ധ്യാരാഗവും തീരവും വേർതിരിയും വേളയിൽ
ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പ്രതിസന്ധി നേരിടുന്ന ചെറുകിട ഇടത്തരം സ്ഥാപനങ്ങളുടെയും കെട്ടിട ഉടമകളുടെയും ആശങ്കകൾ അകറ്റണമെന്ന് സിറ്റി മർച്ചന്റ്സ് അസോസിയേഷൻ. കേന്ദ്ര സംസ്ഥാന GST നിയമങ്ങൾ ലളിതവൽക്കരിക്കണമെന്നും കോഴിക്കോട് ചേർന്ന യോഗം ആവശ്യപ്പെട്ടു. മാളുകൾ, ഓൺലൈൻ വ്യാപാരം, GST സങ്കീർണത, വാണിജ്യ നികുതി കെട്ടിടങ്ങൾക്ക് അശാസ്ത്രീയ GST എന്നിവ വന്നതോടെ ഇടത്തര സ്ഥാപനങ്ങളും കെട്ടിട ഉടമകളും പ്രതിസന്ധിയിലായിരിക്കുകയാണെന്ന് സിറ്റി മർച്ചന്റ്സ് അസോസിയേഷൻ യോഗം വിലയിരുത്തി. 2017 GST ആവിഷ്കരിക്കുമ്പോൾ ഇന്ത്യ മുഴുവൻ ഒറ്റ നികുതി, ഒരേ വില, ഉൽപ്പന്നങ്ങൾക്ക് വില കുറയും, സർക്കാരുകൾക്കും നികുതിദായകർക്കും ഒരുപോലെ ഗുണകരം എന്നീ പ്രഖ്യാപനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ വേണ്ടത്ര പഠനം നടത്താൻ അവസരം നൽകാതെ ധൃതി പിടിച്ച് GST നടപ്പാക്കിയതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്നും യോഗം അഭിപ്രായപ്പെട്ടു. രക്ഷാധികാരി ഷവലിയർ C. ചാക്കുണ്ണി യോഗം ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് KP സുധാകരൻ അധ്യക്ഷനായിരുന്നു. GST ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ള ഈ വാടകയ്ക്കുള്ള GST അതിനെ പറ്റിയിട്ട് ഒട്ടനവധി വ്യാപാരികൾക്ക് വളരെ ഡൗട്ടുണ്ട്. ആ ഭാഗം ഒന്ന് ക്ലാരിഫൈ ചെയ്ത് തരണം തന്നെയാണ് ഞങ്ങളുടെ കമ്മിറ്റിയിൽ എല്ലാവരും ഐക്യകണ്ഠേന പറഞ്ഞിട്ടുള്ളത്. മുൻ പ്രസിഡന്റ് MI അഷറഫ് മുഖ്യപ്രഭാഷണം നടത്തി. വാടകയുടെ മുകളിൽ GST കൂടെ വന്നിരിക്കുന്നത് അധിക ഭാരം തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് സംബന്ധിച്ച് ചർച്ച ചെയ്യുകയും ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് സിറ്റി മർച്ചന്റ് അസോസിയേഷൻ നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. ജോഷി പോൾ, KV മെഹബൂബ്, ബാബു ലാസർ, MN ഉല്ലാസൻ, CC മനോജ്, CK ബാബു, നോവെക്സ് CK മൻസൂർ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. തെരുവിന്റെ മക്കൾ ചാരിറ്റിയുടെ സൗജന്യ ഫുഡ് ബാങ്ക് കോഴിക്കോട് പാളയത്ത് പ്രവർത്തനം തുടങ്ങി. ഡെപ്യൂട്ടി മേയർ CP മുസാഫർ അഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു. തെരുവിലെ മക്കൾ ചാരിറ്റി അസീം വെളിമണ്ണ ഫൗണ്ടേഷനുമായി ചേർന്ന് കോഴിക്കോട് പാളയത്ത് സൗജന്യ ഫുഡ് ബാങ്ക് ആരംഭിച്ചു. കോർപ്പറേഷന് കീഴിൽ പ്രവർത്തിച്ചു വരുന്ന കുടുംബശ്രീയിൽ നിന്നാണ് സ്പോൺസർമാർ വഴി ആഹാരം ഉറപ്പുവരുത്തുന്നത്. താല്പര്യമുള്ളവർക്ക് കുടുംബശ്രീയിൽ നേരിട്ട് പണമടയ്ക്കാം. ശോഭിക വെഡ്ഡിംഗ് മാൾ സ്പോൺസർ ചെയ്ത ഫുഡ് ബാങ്കിന്റെ ഉദ്ഘാടനം ഡെപ്യൂട്ടി മേയർ CP മുസാഫർ അഹമ്മദ് നിർവഹിച്ചു. അസീമും പിതാവ് അബ്ദുസമദും ചേർന്ന് അന്നദാനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സലീം വട്ടക്കിണർ, TMC രക്ഷാധികാരി സുഹൈർ ചുങ്കത്തറ, വിവിധ ജില്ലകളിലെ കോർഡിനേറ്റർമാരായ ഹുസൈൻ ചേറ്റുവ, സമീർ, മജീദ്, ഗഫൂർ, അമീൻ, ശോഭിക വെഡ്ഡിംഗ് മാൾ സ്ഥാപകൻ ഇമ്പിച്ചി അഹമ്മദ് കല്ലിൽ, ലേക്ക് ഷോർ മെഡിക്കൽ സെന്റർ ജനറൽ മാനേജർ അഡ്വക്കേറ്റ് രമേശ്, ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി പ്രതിനിധി പ്രേമൻ പറന്നാട്ടിൽ, അസിം വെളിമണ്ണ ഫൗണ്ടേഷൻ പ്രതിനിധി സയ്യിദ് യമാനി എന്നിവർ സംസാരിച്ചു. സ്പോർട്സ് കാറ്റഗറിയിൽ ഇക്കൊല്ലത്തെ സ്റ്റേറ്റ് ഭിന്നശേഷി അവാർഡിനും അസീം വെളിമണ്ണ അർഹനായി. മികച്ച കായിക പ്രതിഭ 25,000 രൂപ വീതം. ശ്രീ മുഹമ്മദ് അസീം P. അസീം വെളിമണ്ണ എന്നാണ് ആ കുട്ടിയെ അറിയപ്പെടുന്നു. കോഴിക്കോട് നിവാസിയാണ്. 90% ചലന പരിമിതിയുള്ള വ്യക്തിയാണ്. വെളിമണ്ണ സർക്കാർ ലോവർ പ്രൈമറി സ്കൂളിനെ അപ്പർ പ്രൈമറി ആക്കുവാനുള്ള നിയമപരമായ പോരാട്ടം നയിച്ചു. 2021 കിഡ്സ് റൈറ്റ്സ് ഫൗണ്ടേഷന്റെ അന്താരാഷ്ട്ര ചിൽഡ്രൻസ് പീസ് പ്രൈസിൽ ഫൈനലിസ്റ്റായി. കേരള സംസ്ഥാന പാരാലിമ്പിക്സിൽ ലോങ് ജമ്പ് മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടി. നീന്തൽ അറിയാത്തതിനാൽ ആരും മുങ്ങി മരിക്കരുതെന്ന സന്ദേശം സമൂഹത്തിന് പകർന്നുകൊണ്ട് നിറഞ്ഞൊഴുകുന്ന പെരിയാർ 1 മണിക്കൂർ 1 മിനിറ്റിൽ നീന്തിക്കയറി. ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും വേൾഡ് റെക്കോർഡ്സ് യൂണിയനിലും ഇടം തേടി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
സംസ്ഥാനത്തെ മികച്ച ഡോക്ടർക്കുള്ള അവാർഡ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് നെഫ്രോളജി വിഭാഗം തലവൻ ഡോക്ടർ ഇ.കെ. ജയകുമാർ ഏറ്റുവാങ്ങി. എം കെ പ്രേമചന്ദ്രൻ MP അവാർഡ് സമർപ്പിച്ചു. സംസ്ഥാനത്തെ ഈ വർഷത്തെ മികച്ച ഡോക്ടർക്കുള്ള കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ അവാർഡിന് മണാശ്ശേരി കരിയാങ്കുളങ്ങര സ്വദേശിയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് നെഫ്രോളജി വിഭാഗം തലവനുമായ ഡോക്ടർ ഇ.കെ. ജയകുമാർ അർഹനായി. കൊല്ലത്ത് നടന്ന സമ്മേളനത്തിൽ എൻ കെ പ്രേമചന്ദ്രൻ MP-യിൽ നിന്ന് അവാർഡ് ഏറ്റുവാങ്ങി. ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ഡോക്ടർ ബിന്ദു ജയകുമാറാണ് ഭാര്യ. അതുൽ കൃഷ്ണൻ, ഗൗരി എന്നിവർ മക്കൾ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സൈലം അവാർഡ്സിന്റെ 3ാം എഡിഷൻ നവംബർ 24-ന് കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ നടക്കും. സൈലത്തിൽ നിന്നും മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും CA, ACCA പരീക്ഷകളിൽ ഉയർന്ന റാങ്ക് നേടിയവരെയുമാണ് ആദരിക്കുന്നത്. സൈലം അവാർഡ്സിന്റെ 3ാം എഡിഷനിൽ 13,000-ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുമെന്ന് CEO ഡോക്ടർ S. അനന്തു പറഞ്ഞു. നവംബർ 24-ന് രാവിലെ 7:30 മണിക്ക് വിദ്യാർത്ഥികൾക്കുള്ള ആദരം പരിപാടി ആരംഭിക്കും. സംഗീത നൃത്ത പരിപാടികളും കലാപരിപാടികളും സംഘടിപ്പിക്കും. 2:30-ക്ക് സൈലം അവാർഡ്സ് ടൊവിനോ തോമസ് ഉദ്ഘാടനം ചെയ്യും. വിനീത് ശ്രീനിവാസൻ, രമേശ് പിഷാരടി, നസ്ലിൻ, നിഖില വിമൽ, പേളിമാണി, ജീവ ജോസഫ്, കാർത്തിക് സൂര്യ, ഹനാൻ ഷാ, ഹാഷിറാൻ ടീം, ഫെജോ തുടങ്ങിയ താരനിര അണിനിരക്കും. CA, CMA, CCA പോലെയുള്ള കോഴ്സുകൾ ഞങ്ങൾ ആരംഭിച്ചു എന്ന് മാത്രമല്ല, അതിൽ വലിയ നേട്ടങ്ങൾ, വലിയ റാങ്കുകൾ സൈലത്തിലേക്ക് വരുന്ന സാഹചര്യം കഴിഞ്ഞ വർഷം ഉണ്ടായി. PSC പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ അതിഗംഭീരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ആ അർത്ഥത്തിൽ സൈലം മെഡിക്കൽ അവാർഡ് റീബ്രാൻഡ് ചെയ്ത് സൈലം അവാർഡ്സ് എന്ന പേരിലേക്ക് മാറ്റി സൈലം അവാർഡ് അതിൻ്റെ 3ാം സീസണിലേക്ക് വരികയാണ്. അടുത്ത വർഷം 25,000 വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കോഴിക്കോട് ബീച്ചിൽ സൈലം അവാർഡ് സംഘടിപ്പിക്കുമെന്നും ഡയറക്ടർ വിനേഷ് കുമാർ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന YouTube ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കഴിഞ്ഞ 4 രാപ്പകലുകളിലായി കോഴിക്കോട്ട് നടന്നുവന്ന ജില്ലാ കലോത്സവം കൊടിയിറങ്ങി. വഖഫുകൾക്കെതിരെ നടക്കുന്ന കുപ്രചരണങ്ങൾക്ക് തടയിടാൻ നാഷണൽ ലീഗിന്റെ വഖഫ് സമ്മിറ്റ് മുതലക്കുളത്ത്. സാമ്പത്തിക നീതിക്കൊപ്പം സാമൂഹിക നീതിയും ഉണ്ടാകണമെന്ന് ചിന്തിച്ച പൊതുപ്രവർത്തകനായിരുന്നു മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബെന്ന് കോൺഗ്രസ് നേതാവ് VM സുധീരൻ. സംസ്ഥാനത്തെ മികച്ച ഡോക്ടർക്കുള്ള അവാർഡ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ നെഫ്രോളജി വിഭാഗം തലവൻ ഡോക്ടർ ഇ.കെ. ജയകുമാറിന്. നിക്ഷേപകരുടെ ആശങ്കകൾ അകറ്റാൻ പദ്ധതികൾ ആവിഷ്കരിച്ച് PACL ഫീൽഡ് അസോസിയേറ്റ്സ് യൂണിയൻ ജില്ലാ സമ്മേളനം കോഴിക്കോട്ട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.